അപ്പ എന്തോ കഴിഞ്ഞ ദിവസം ഒരു ആന്റി കമന്റ് ചെയ്തില്ലേ അമ്മച്ചിക്ക് ഒരു പല്ല് വെച്ചു കൊടുക്കാൻ പറഞ്ഞ് എന്താ ചെയ്യാ? ആ ആന്റിയോട് ഒത്തിരി സ്നേഹമുണ്ട്. ആന്റി അത് ശ്രദ്ധിച്ചല്ലോ. അമ്മച്ചി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൈ ഇങ്ങനെ വെക്കും. ഒരു പല്ല് 2 പല്ലിൽ ഒരെണ്ണം പോയിട്ടുണ്ട്, കേടായി പോയതാ. അപ്പോൾ പല്ല് വെക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയെ കൊണ്ട് ഞാനൊരു ദിവസം മീനങ്ങാടി ഡെന്റിസ്റ്റിന് കാണിക്കാൻ പോയി. അവിടെ അമ്മച്ചി സമ്മതിച്ചില്ല. ആ ഡെന്റിസ്റ്റിന് അമ്മച്ചിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മീനങ്ങാടിയുള്ള ഏകദേശം എല്ലാ ഡെന്റിസ്റ്റുകളെയും ഞാൻ കാണിച്ചു. അമ്മച്ചി സമ്മതിക്കില്ല. അവസാനം ഇനി എന്താ അമ്മച്ചി ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ബത്തേരി പോയി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബത്തേരി പോയി. ബത്തേരി ഒരു 4-5 ഡെന്റിസ്റ്റുകളെ ഞാൻ കാണിച്ചു. അവിടുന്ന് അമ്മച്ചി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല അമ്മച്ചി, ഇത്രയും അടുത്ത് നമ്മൾ പോയില്ലേ, ഇവിടെ അമ്മച്ചി സമ്മതിക്കണം. അപ്പോൾ ഡോക്ടർ അമ്മച്ചിനോട് ചോദിച്ചു, എന്താ അമ്മച്ചിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. വേദനിക്കുമെന്ന് ഓർത്തിട്ടാണോ എന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്ക് 4 ആങ്ങളമാരുണ്ട്, എനിക്ക് അവരോടൊരു അഭിപ്രായം ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, പിന്നെ 4 ആങ്ങളമാരുടെ അഭിപ്രായം ചോദിക്കാം. അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയി 4 ആങ്ങളമാരോടും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം അമ്മച്ചി അവരോട് പറഞ്ഞു, വേദനിക്കൂടാ ഒരുപാട്, അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തതെന്ന്. ഏറ്റവും രസം എന്താണെന്നറിയോ, ഈ 4 ആങ്ങളമാരും അവരുടെ പെങ്ങൾക്ക് വേദനിക്കുമെന്ന് കരുതിയിട്ട് ചേച്ചി ആ പല്ല് മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അമ്മച്ചിയുടെ പല്ല് ഇതുവരെ മാറ്റി വയ്ക്കാത്തത്. അമ്മച്ചി സമ്മതിച്ച നാളെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഞാൻ മാറ്റി വെക്കും. അതെ, ബി ഹാപ്പി. ഹാപ്പി.